ഇത് മാനിക്കാവ് സ്വയംഭൂ ശിവക്ഷേത്രം, വയനാട്ടിലെ അതിപുരാതനവും പ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിലൊന്ന്. പ്രകൃതി ഭംഗി കൊണ്ട് അനുഗ്രഹീതമായ ഒരു പ്രദേശത്ത് നിലകൊള്ളുന്ന ഒരു കൊച്ചു ക്ഷേത്രം. മഹാമുനിമാരുടെ നിരന്തരമായ തപസ്സുകൊണ്ട് സംപ്രീതനായ പരമശിവൻ നിബിഡമായ വനാന്തരത്തിൽ ഗംഗാദേവിയോടൊത്ത് സ്വയംഭൂവായി അവതരിച്ചു എന്നാണ് മാനിക്കാവിൻ്റെ ഐതിഹ്യം. പ്രസ്തുത മുനിമാരുടെ അധിവാസം കൊണ്ട് മഹാമുനിക്കാവ് എന്നറിയപ്പെട്ടിരുന്ന ഇവിടെ പിൽക്കാലത്ത് മാനിക്കാവ് എന്ന പേരിൽ അറിയപ്പെട്ടു തുടങ്ങി. ശുദ്ധ ശൈവ വൈഷ്ണവ ചൈതന്യത്തിന്റെ സ്രോതസ്സായാണ് മാനിക്കാവ് സ്വയംഭൂ മഹാക്ഷേത്രം നിലനിൽക്കുന്നത്. ഗംഗാദേവി സ്വയം അവതരിച്ച് സ്വയംഭൂ ശിവലിംഗത്തിൽ ജലപ്രഭ ചൊരിഞ്ഞുകൊണ്ട് ക്ഷേത്രത്തെ പുണ്യവൽക്കരിക്കുന്നു. ഇതുതന്നെയാണ് മാനിക്കാവ് എന്ന ക്ഷേത്രത്തിന്റെ എടുത്തു പറയേണ്ട സവിശേഷതകളിലൊന്നും അവിടുത്തെ അത്ഭുതവും. ഭൂമി തന്നെ ശിവലിംഗത്തിൽ ജലാഭിഷേകം ചെയ്യുന്ന ഈ പ്രതിഭാസം മറ്റെവിടെയും കാണാൻ സാധിക്കില്ല എന്നത് തന്നെയാണ് മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നെല്ലാം മാനിക്കാവിനെ വേറിട്ടു നിർത്തുന്നത്. ക്ഷേത്രാചാരപ്രകാരം നടത്തിയ ദേവപ്രശ്നത്തിൽ തെളിഞ്ഞത് അഭൗമമായ ഒരു അത്ഭുത ശക്തി അനസ്യൂതം നിലനിൽക്കുന്ന ഭൂപ്രദേശമാണ് ശ്രീ മാനിക്കാവ് എന്നാണ്. മഹർഷിമാരുടെ തപസ്സുകൊണ്ട് പവിത്രമായ ഒരു തപോവനമാണിതെന്നും പല അജ്ഞാത സങ്കേതങ്ങളും ഇവിടെ മറഞ്ഞു കിടപ്പുണ്ടെന്നും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും താപസന്മാരും അധിവസിച്ചിരുന്ന പ്രദേശമാണിതെന്നും ദേവപ്രശ്നത്തിൽ കാണുകയുണ്ടായി. ഇതിന്റെ പ്രഭാവകാലത്ത് ഇവിടെ വേദാധ്യയനം, കാർഷിക സമൃദ്ധി, വിദ്യാധനം, ജനബാഹുല്യം, പശുപഴവർഗ്ഗങ്ങളുടെ സമൃദ്ധി എന്നിവ കൊണ്ട് ഐശ്വര്യവത്തായിരുന്നുവെന്നും വിശ്വാസമുണ്ട്. ശിവഭഗവാൻ മുഖ്യ പ്രതിഷ്ഠയായിട്ടുള്ള ക്ഷേത്രമാണ് മാനിക്കാവ്. ഇവിടെ ഗണപതി, വിഷ്ണു, അയ്യപ്പൻ, ദേവി എന്നീ ഉപദേവതകളുടെയും നന്ദികേശൻ, നാഗം, ബ്രഹ്മരക്ഷസ്, ഗുളികൻ എന്നീ മൂർത്തികളുടെയും സാന്നിധ്യവുമുണ്ട്. സ്വയംഭൂവായ ദേവപ്രതിഷ്ഠയായതിനാൽ ക്ഷേത്ര ഉൽപ്പത്തിയെക്കുറിച്ചുള്ള രേഖകളോ ചരിത്രമോ വേണ്ടത്ര ലഭ്യമല്ല. എന്നാൽ പിൽക്കാലങ്ങളിൽ നടത്തിയ ദേവപ്രശ്നങ്ങളിൽ ക്ഷേത്രത്തിന് 4000 വർഷം വരെ പഴക്കമുള്ളതായും പറയുന്നു. 36 ഏക്കറിലാണ് ക്ഷേത്രം നിലകൊള്ളുന്നത്. അവിടെ കാടും കാവും നീരുറവകളുമെല്ലാമുണ്ട്. മാനിക്കാവ് ക്ഷേത്രം അവിടുത്തെ ആദിവാസി തറവാടുകളുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. അയ്യനിപ്പുര എന്ന ആദിവാസി തറവാട്ടുവക കന്നുകാലികൾ മേഞ്ഞിരുന്നത് ഈ പ്രദേശത്തായിരുന്നു. ഈ കന്നുകാലികളിൽ ഒരു പശു നിത്യവും കൂട്ടത്തിൽ നിന്നും അപ്രത്യക്ഷമാവുകയും കുറേ സമയത്തിന് ശേഷം വീട്ടിൽ തിരിച്ചെത്തുകയും പതിവാക്കിയപ്പോൾ കാലിയെ മേയ്ക്കാൻ പോയ കുടുംബത്തിലെ കാരണവർ അത് ശ്രദ്ധിച്ചു തുടങ്ങി. ഒരു ദിവസം അദ്ദേഹം പശുവിനെ പിന്തുടരുകയും പശു വൈകി എത്തുന്നതിന്റെ കാരണം കണ്ടുപിടിക്കുകയും ചെയ്തു. ഒരു ശിലമേൽ സ്വയം പാല് ചുരുത്തിക്കൊണ്ട് ആ പശു നിൽക്കുന്ന കാഴ്ചയാണ് അന്ന് അദ്ദേഹം കണ്ടത്. അദ്ദേഹം ഈ വിവരങ്ങൾ നാട്ടുകാരെ അറിയിക്കുകയും തുടർന്ന് നടത്തിയ ദേവപ്രശ്നത്തിൽ ഇത് സ്വയംഭൂ ശിവലിംഗമാണെന്ന് തെളിയുകയും ചെയ്തു എന്നാണ് മാനിക്കാവ് സ്വയംഭൂ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം. ആ കാരണവർ പിന്നീട് ക്ഷേത്രത്തിൽ വെച്ച് മരണപ്പെടുകയുണ്ടായി. ആ സ്ഥലം പിന്നീട് ഗുളികൻ തറയായി മാറുകയായിരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾ ക്ഷേത്രത്തിന്റെ നടത്തിപ്പു കാര്യങ്ങൾ ആദിവാസി വിഭാഗങ്ങൾക്കായിരുന്നു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് കുറുമർ, പണിയർ, നായ്ക്കർ, ഊരാളികൾ, രാരോത്ത് ചെട്ടിയാർ, കണ്ടുവടിയാർ തുടങ്ങി 17ഓളം ആദിവാസി ഊരുകൾ ഇന്നും ക്ഷേത്രത്തിന് പരിസരത്തായുണ്ട്. ഇന്നും ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ആചാര ചടങ്ങുകളിലെല്ലാം ഈ ആദിവാസി വിഭാഗങ്ങൾക്ക് പ്രമുഖ സ്ഥാനവും നൽകിപ്പോരുന്നു. എന്നാൽ ഇന്ന് മാനിക്കാവ് മഹാക്ഷേത്രം മലബാർ ദേവസ്വം ബോർഡിന് കീഴിലാണ്. ദേവസ്വം ബോർഡിന് കീഴിലായതിനു ശേഷം ക്ഷേത്രം പുതുക്കി പണിതെങ്കിലും ശിവപ്രതിഷ്ഠയിരിക്കുന്ന പ്രധാന നട ഇന്നും ആ പഴമ കാത്ത് സൂക്ഷിച്ചു തന്നെയാണ് ക്ഷേത്രം നിലനിൽക്കുന്നത്. ഒരിക്കലെങ്കിലും ദർശനം നടത്തേണ്ട ക്ഷേത്രങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാണ് മാനിക്കാവ് സ്വയംഭൂ ശിവക്ഷേത്രം.